ഇന്ത്യയൊക്കെ ഏകദേശം ഒരു 40-50 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നു ആ ഒരു അവസ്ഥയിലാണ് എന്തുള്ളത് ഈ ഒരു റീജിയനിലുള്ള കൺട്രികളുള്ളത്. അതായത് നമ്മുടെ ഈ ഒരു ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഡ്രഗ് കാർട്ടലുകൾ പ്രവർത്തിക്കുന്നതും അത് കൂടാണ്ട് ഏറ്റവും കൂടുതൽ ക്രൈംസ് നടക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു റീജിയൻ ആണല്ലേ. സൗത്ത് അമേരിക്കയും സെൻട്രൽ അമേരിക്കൻ റീജിയൻ ആണ് ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നബാധിതമായ മേഖലകൾ. അപ്പൊ എബ്രോഡ് MBBS പരസ്യങ്ങൾ കാണുന്നതിനിടയിൽ അമേരിക്കയിൽ പോയിട്ട് MBBS പഠിക്കാമെന്നോ അല്ലെങ്കിൽ അമേരിക്കയിൽ പോയിട്ട് PG ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായും ആ ഒരു പരസ്യം നമ്മൾ നോക്കാണ്ട് പോവുകയില്ല. കാര്യം വേറൊന്നുമല്ല, US പോയിട്ട് MBBS പഠിക്കുക അല്ലെങ്കിൽ MBBS പഠിച്ചതിന് ശേഷം അമേരിക്കയിൽ പോയിട്ട് PG ചെയ്യാന്നൊക്കെ പറയുന്നത് നോർമലി ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയുടെയോ അല്ലെങ്കിൽ MBBS പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആസ്പിറന്റെയോ ഒക്കെ വലിയൊരു സ്വപ്നം തന്നെയായിരിക്കും. കറന്റ്ലി ജൂലൈ മാസം 21 നാഷണൽ മെഡിക്കൽ കമ്മീഷൻ 2021 FMGR റെഗുലേഷന്റെ ഒരു ക്ലാരിഫിക്കേഷൻ എന്ന രീതിയിൽ ഇറക്കിയിരിക്കുന്ന അഡ്വൈസറിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. ഇന്ന് കേരളത്തിൽ നിന്ന് അമേരിക്കയിൽ പോയി MBBS പഠിക്കണമെന്ന് സ്വപ്നം കണ്ടുകൊണ്ട് പോകുന്ന അല്ലെങ്കിൽ സ്വപ്നം കണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടാവുന്ന ഒരു കാര്യമാണ് ഏതെങ്കിലും സെൻട്രൽ അമേരിക്കൻ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിലോ ഒക്കെ പോയിട്ട് ബേസിക് സയൻസ് പഠിച്ചതിന് ശേഷം MD പ്രോഗ്രാം US പോയിട്ട് ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ആ ഒരു സ്വപ്നവും പേറി ആയിരിക്കും ഇത്തരം രാജ്യങ്ങളിലോട്ട് പല വിദ്യാർത്ഥികളും വിമാനം കയറുകയും ചെയ്യുന്നത്. പക്ഷേങ്കിൽ 21 നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഇറക്കിയിരിക്കുന്ന ഈ ഒരു ക്ലാരിഫിക്കേഷൻ നോട്ടിഫിക്കേഷനകത്ത് വളരെ ക്ലിയർലി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഒരിക്കലും പോയി ജോയിൻ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ചില യൂണിവേഴ്സിറ്റികൾ ഉള്ള കൺട്രികളെ കുറിച്ചിട്ട് വളരെ വ്യക്തമായി തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2021 നമ്മുടെ FMGR റെഗുലേഷനിൽ പറയുന്ന കാര്യങ്ങൾ പ്രോപ്പർലി നിങ്ങൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നോക്കണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. അതിൽ ഡ്യൂറേഷൻ ഓഫ് ദ കോഴ്സ്, ദെൻ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, ദെൻ സിലബസ് ആൻഡ് കരിക്കുലം, ക്ലിനിക്കൽ ട്രെയിനിങ്, ദെൻ ഇന്റേൺഷിപ്പ് ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾ തരുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നോക്കണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. സോ FMGR റെഗുലേഷനുമായി ബന്ധപ്പെട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞാൻ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ബയോയിൽ ഇടുന്നുണ്ട്. കഴിയുകയാണെങ്കിൽ ആ ഒരു വീഡിയോ കാണുന്നത് വളരെ വളരെ നല്ലതായിരിക്കും. ഓക്കെ, ദെൻ സെക്കൻഡ് പാർട്ടിലോട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് പല യൂണിവേഴ്സിറ്റികൾക്കും അതുകൂടാണ്ട് പല രാജ്യങ്ങൾക്കും യാതൊരു തരത്തിലുള്ള ഫെസിലിറ്റീസും ഇല്ല എന്നുള്ളൊരു കാര്യം ഒബ്സർവ് ചെയ്യുകയും അതുകൂടാണ്ട് കൺസേൺഡ് ആയിട്ടുള്ള ഇന്ത്യൻ എംബസികളുടെ സൈഡിൽ നിന്ന് സ്റ്റുഡൻസിന് പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ലഭിക്കാത്ത ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ചും ചില രാജ്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യവും പറയുന്നുണ്ട്. ഇതില് മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ ഈ ഒരു ബെല്ലീസ് എന്ന് പറയുന്ന ഒരു കൺട്രിയിലെ 3 കോളേജുകളും അത് കഴിഞ്ഞതിന് ശേഷം ഉസ്ബെക്കിസ്ഥാനിലെ തഷ്കൻ മെഡിക്കൽ അക്കാഡമിയുടെ ചിർച്ചിക് ബ്രാഞ്ചുമാണ്. ഈ തഷ്കൻ മെഡിക്കൽ അക്കാഡമിയുടെ ചിർച്ചിക് ബ്രാഞ്ചിനെ സംബന്ധിച്ച് ഓൾറെഡി ഒരുപാട് കംപ്ലൈന്റുകൾ നിലനിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. കേരളത്തിൽ നിന്ന് ഏകദേശം ഒരു 20ഓളം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. കാര്യം യാതൊരു തരത്തിലുള്ള ഫെസിലിറ്റീസും ഇവിടെ സ്റ്റുഡൻസിന് കൊടുക്കുന്നില്ല. എംബസിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ചിർച്ചിക് ബ്രാഞ്ചിനെ കുറിച്ച് കംപ്ലൈന്റുകൾ വരികയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേങ്കിൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബെല്ലീസ് എന്ന് പറയുന്ന കൺട്രിയിലെ ഉള്ള 3 മെഡിക്കൽ യൂണിവേഴ്സിറ്റികളും ഇതിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. സോ എന്തുകൊണ്ടാണ് ഈ ബെല്ലീസ് എന്ന് പറയുന്ന രാജ്യത്തിലെ 3 മെഡിക്കൽ യൂണിവേഴ്സിറ്റികളും ഇതിൽ ലിസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് കറന്റ്ലി അമേരിക്കയിൽ പോയിട്ട് MBBS അല്ലെങ്കിൽ MD ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് വിദ്യാർത്ഥികളെ കൂട്ടിക്കൊണ്ടു പോകുന്ന മോസ്റ്റ് ഓഫ് ദ കൺസൾട്ടൻസും സ്റ്റുഡൻസിന് മുന്നിൽ വെക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ, നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു നോർത്ത് അമേരിക്കൻ രാജ്യമാണ് അല്ലെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേങ്കിൽ ഇവര് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ പോയതിനു ശേഷം എന്ത് ചെയ്യാം, അവർക്ക് അവിടെ സൗത്ത് അമേരിക്കയോ അല്ലെങ്കിൽ സെൻട്രൽ അമേരിക്കൻ രാജ്യങ്ങളിലോ പോയതിനു ശേഷം ബേസിക് സയൻസ് ചെയ്തതിനു ശേഷം USML എഴുതിയിട്ട് എന്ത് ചെയ്യാം, അവർക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലോട്ട് പോയിട്ട് PG ചെയ്യാം അല്ലെങ്കിൽ അവിടെ പോയിട്ട് ക്ലിനിക്കൽ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഇവിടുത്തെ അഡ്മിഷൻസിന്റെ 90% നടക്കുന്നത് അമേരിക്കൻ കൺട്രി എന്ന് പറയുന്നതിന് ശേഷം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബെല്ലീസ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ബെല്ലീസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലാത്ത പോർഷനാണ്. ഇത് കൂടാണ്ട് കറന്റ്ലി ബെല്ലീസ്, ജമൈക്ക, ദെൻ കുറാക്കോ എന്ന് പറയുന്നത് നമ്മുടെ നെതർലാൻഡ്സിന്റെ പഴയ കോളനിയായിരുന്ന ഒരു രാജ്യമാണ്, ഒരു ദ്വീപ സമൂഹമാണിത് കുറാക്കോ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ക്യൂബ, ഇത്തരത്തിലുള്ള രാജ്യങ്ങളിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നിന്ന് സ്റ്റുഡൻസിനെ കൂട്ടിയിട്ട് പോകുന്നത്. ഇത് കൂടാണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചില നോർത്ത് അമേരിക്കൻ ഐലൻഡുകളിലോട്ടും എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റുഡൻസ് പോകുന്നുണ്ട് ബേസിക് സയൻസ് പഠിക്കാനായിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് US MD പ്രോഗ്രാം പോസിബിൾ ആണെന്ന് പറഞ്ഞാണ് എന്ത് ചെയ്യുന്നത് സ്റ്റുഡൻസ് അവിടെ അഡ്മിഷൻ എടുക്കുന്നത്.
സത്യത്തില് ഇത്തരം പ്രോഗ്രാമുകൾ വെറും പറ്റിപ്പെന്നാണ് കറന്റ്ലി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ നമ്മുടെ ഈ ഒരു സൗത്ത് അമേരിക്കൻ, സെൻട്രൽ അമേരിക്കൻ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികസനം എന്ന് പറഞ്ഞൊരു സംഭവം പോലും ഇതുവരെ തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത റീജിയനാണ്. അതായത് നമ്മുടെ ഇന്ത്യയൊക്കെ ഏകദേശം ഒരു 40-50 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നു ആ ഒരു അവസ്ഥയിലാണ് എന്തുള്ളത് ഈ ഒരു റീജിയനിലുള്ള കൺട്രികളുള്ളത്. അതായത് ഇപ്പോൾ നമ്മുടെ ഇക്കഡോറോ, കൊളംബിയയോ, പനാമയോ, വെനുസുലയോ അത്തരത്തിലുള്ള രാജ്യങ്ങൾ, ഗയാനയൊക്കെ പോലുള്ള രാജ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഇന്നും ഈ പറയുന്ന റീജിയനിലുള്ള പല രാജ്യങ്ങളും ഫ്രാൻസിന്റെയും അതുകൂടാണ്ട് ഇറ്റലിയുടെയും ജർമ്മനിയുടെ ഒക്കെ കോളനികളായിട്ട് ഇനിയും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ലാത്ത രാജ്യങ്ങൾ പോലും എന്തുണ്ട് ഈ ഒരു റീജിയനിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഓപ്ഷൻസിലോട്ട് കേരളത്തിലെ സ്റ്റുഡൻസ് പോയി പെട്ടുപോകാണ്ടിരിക്കുക. കാര്യം നിങ്ങൾ അവിടെ പോയി പെട്ടുപോയാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അറിയുന്നത് അവിടുത്തെ അവസ്ഥ എന്താണ് എന്നുള്ളൊരു കാര്യം. സോ ഈ അമേരിക്ക എന്ന് പറയുന്ന ഒരു MBBS സ്വപ്നം കണ്ടുകൊണ്ട് ഇത്തരം രാജ്യങ്ങളിൽ പോയിട്ട് ബേസിക് സയൻസ് പഠിച്ചിട്ട് അവിടെ നിന്ന് USMLE എഴുതി US പോകാമെന്ന് ഒരു പ്ലാനിലാണ് നിങ്ങൾ ഉള്ളത് എങ്കിൽ പ്രോപ്പർലി ഈ കാര്യത്തെ കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. ബിക്കോസ് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് എന്റെ വിശ്വാസം, വേറൊന്നല്ല, ഈ ഒരു സൗത്ത് അമേരിക്കൻ റീജിയനും സെൻട്രൽ അമേരിക്കൻ റീജിയനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഓക്കെ, ഇപ്പൊ ഞങ്ങൾ നമ്മുടെ ഈ ഒരു ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഡ്രഗ് കാർട്ടലുകൾ പ്രവർത്തിക്കുന്നതും അതുകൂടാണ്ട് ഏറ്റവും കൂടുതൽ ക്രൈംസ് നടക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു റീജിയൻ ആണല്ലേ. സൗത്ത് അമേരിക്കയും സെൻട്രൽ അമേരിക്കൻ റീജിയൻ ആണ് ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നബാധിതമായ മേഖലകൾ. അപ്പൊ ഇത്തരം രാജ്യങ്ങളിലൊക്കെ പോയിട്ട് എഡ്യൂക്കേഷന് പോകുന്ന വിദ്യാർത്ഥികൾ കൃത്യമായി ആലോചിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ യൂണിവേഴ്സിറ്റികൾ ചൂസ് ചെയ്ത് അവിടെ പോകാനായിട്ട് ശ്രമിക്കുക. ബിക്കോസ് ഇവിടെ പോയിട്ട് പഠിച്ചിട്ട് കംപ്ലീറ്റ് ആയി വരിക എന്ന് പറഞ്ഞാൽ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല. ഇത് പോസിബിൾ അല്ല എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. ഓക്കെ, സോ എന്തായാലും നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പണ്ടതിനേക്കാൾ കുറച്ചുകൂടെ അലർട്ടായിട്ട് തന്നെയാണ് എന്ത് ചെയ്തേക്കുന്നത് ഇപ്പോ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. കാര്യം വേറൊന്നുമല്ല, നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് മാത്രമാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നത്. ഇപ്പോ കൺട്രികളെയും അത് കൂടാണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, യൂണിവേഴ്സിറ്റികളെയൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ നോട്ടിഫിക്കേഷൻ വിടുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളൊരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രം മതി നിങ്ങൾ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ പോയി പെട്ടുപോകാനായിട്ടുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. എസ്പെഷ്യലി ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻറ്റയർ പ്രോഗ്രാം ഏതെങ്കിലും ഒരു കൺട്രിയിൽ മാത്രം പഠിക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ അത് ചൂസ് ചെയ്യുക. ഇല്ലാണ്ട് പകുതി കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു കൺട്രിയിൽ പഠിക്കാം, അത് കഴിഞ്ഞിട്ട് ശേഷം അടുത്ത പരീക്ഷ എഴുതിയിട്ട് നിങ്ങൾക്ക് US, കാനഡയിൽ, ഓസ്ട്രേലിയയിലൊക്കെ പോയിട്ട് പഠിക്കാമെന്നാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ അത് വർക്കൗട്ട് ആവാനേ പോകുന്നില്ല. കാര്യം വേറൊന്നല്ല, സപ്പോസ് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ ഈ ബ്രിഡ്ജ് എക്സാം പാസ്സായില്ല എങ്കിൽ എന്ത് ചെയ്യും, നിങ്ങളുടെ ഡിഗ്രി തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവും. സോ ഇത്തരം കാര്യങ്ങൾ പ്രോപ്പർലി ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ FMGL റെഗുലേഷനിൽ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രോപ്പർലി നോക്കുക. ഈ പറയുന്ന കണ്ടീഷൻസ് ഒക്കെ പ്രോപ്പർലി മീറ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിലാണോ നിങ്ങൾ പഠിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.